തക്കാളിയും ചില്ലി ചേർക്കാവുന്നതാണ്. നമുക്ക് ഇഷ്ടപ്പെട്ട പച്ചക്കറികൾ ഇതിൽ ചില്ലിയിൽ ഉപയോഗിക്കുന്നതാണ്. ക്യാപ്സിക്കം ഇല്ലാത്തതുകൊണ്ടാണ് തക്കാളി ചേർക്കുന്നത്. ക്യാപ്സിക്കം ഉണ്ടെങ്കിൽ ക്യാപ്സിക്കം ചേർത്താൽ മതി. ഇപ്പം ചില്ലിക്ക് വേണ്ട ഉള്ളിയും തക്കാളി ആയിട്ടുണ്ട്. നേരത്തെ നമ്മൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ എണ്ണയിലേക്ക് ഇട്ടിപ്പോൾ പൊരിക്കുന്നതാണ് കാണുന്നത്. ഒരു സൈഡിൽ നമ്മൾ ചിക്കൻ പൊരിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പുറത്തെ സൈഡിൽ നമ്മൾ മസാലയ്ക്കുള്ള ഉള്ളി എണ്ണയിലിട്ട് ഒരു ലേശം ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. നമ്മൾ നെയ്ച്ചോറിന് നമ്മൾ 2 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട്. നെയ്ച്ചോറിൻ്റെ അരി നമുക്ക് നെയ്ച്ചോറും ചില്ലിയാണ് നിന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഉച്ചക്ക്. നമ്മുടെ ചില്ലി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. നല്ല ചില്ലി റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ആവി പിടിച്ചാൽ കാണാത്തൊന്നും. നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത്. ആവശ്യമായ എണ്ണ ഒഴിക്കാം. കുറച്ച് നെയ്യ് ഇടുന്നതാണ്. പിന്നെ കരിയാമ്പിലിടാം. ഉള്ളി ഇടാം. കറുവപ്പട്ട, ഏലക്കായ്, പട്ട, ഗ്രാമ്പു എല്ലാം നമുക്ക് ഇടാം. ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇളക്കി കൊടുക്കാം. ഉള്ളിയിലെ പച്ച മണമെല്ലാം പോയിട്ട് നല്ലോണം വാടി വരണം. കുറച്ച് നമുക്ക് ചോറ് അരി എടുത്തിട്ട് ചൂടാക്കണം. എന്നാലേ കുറച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും. നെയ്ച്ചോറിൻ്റെ ഒരു ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ടാണ്. രണ്ടാമത്തെ ഗ്ലാസ് വെള്ളം ഇപ്പോൾ ഒഴിച്ചു. 1 ഗ്ലാസ് ഒഴിച്ചു. അതായത് രണ്ടാമത്തെ ഗ്ലാസ് വെള്ളം ഒഴിക്കുന്നു. ഇനി 3ാമത്തെ ഗ്ലാസ്. 2 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം എന്ന രീതിയിലാണ്. ലേശം അധികം കൂടി ഒഴിക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് ഇളക്കിയിട്ട് മൂടിയിട്ട് ഒരു വിസിലിന് ശേഷം ചോറ് റെഡിയാവുന്നതാണ്. ആവശ്യത്തിന് ഉപ്പിടുക.